Stay tuned to Kids Corner and set free from all tensions and worries. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കത്തോലിക്ക സഭയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലേ? ജോഷിയച്ചൻ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ തന്നെ പറഞ്ഞു തന്നു അല്ലേ? പക്ഷേ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ? ഉണ്ട്. ചോദ്യങ്ങളൊക്കെ റെഡിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ജോഷിയച്ചൻ്റെ അടുത്ത് പോവാം. അതിനു മുമ്പ് ഇന്നത്തെ വചനവും സുകൃജപവും പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. സങ്കീർത്തനങ്ങൾ 28-ാം അധ്യായം 7-ാം വാക്യം. കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്, കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്, കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. ഓക്കെ, ഇനി സുകൃജപം. ഈശോയെ, ജീവിതകാലം മുഴുവൻ അങ്ങയിൽ ആശ്രയിച്ചു ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ, ജീവിതകാലം മുഴുവൻ അങ്ങയിൽ ആശ്രയിച്ചു ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. എന്തിനാണ് നമ്മൾ കുരിശ് വരയ്ക്കുന്നത്? കുരിശ് നമ്മളെ സംബന്ധിച്ച് എന്തിൻ്റെ അടയാളമാണ്? ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളുടെ അടയാളമാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ രക്ഷയുടെ ചിഹ്നമാണ്. ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നില്ല. കുരിശ് യഹൂദർക്ക് വല്ലാത്ത ഇടർച്ച നൽകിയ സംഗതിയാണ്. ശപിക്കപ്പെട്ടവരായിരുന്നു കുരിശിൽ തറക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുരിശ് എന്നുള്ളത് അവർക്ക് വല്ലാത്ത ഇടർച്ച ഉണ്ടായിരുന്നൊരു സംഗതിയാണ്. ഇനി ഗ്രീക്കുകാർ, വിജാതീയർ, അവർക്കോ അത് ഭോഷത്വമാണ്. കൊറിന്തോസ്യർക്കുള്ള ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ അത് പറയുന്നുണ്ട്. അപ്പോൾ കുരിശ് ഒരു കാലത്ത് വല്ലാത്ത ഇടർച്ചയുടെയും ഭോഷത്വത്തിൻ്റെയും ഒരടയാളമായിരുന്നെങ്കിൽ ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനത്തോടുകൂടി കുരിശ് എന്തായി മാറി? രക്ഷയുടെ ചിഹ്നമായിട്ട് മാറി. പ്രത്യേകിച്ച് ഹെലന രാജ്ഞി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലന രാജ്ഞി ജെറൂസലമിലേക്ക് തീർത്ഥാടനം നടത്തുകയും അവിടെ ഗാഗുൽത്തായിൽ ഈശോ കുരിശിൽ മരിച്ച സ്ഥലത്ത്, അവിടെ നിന്ന് കുരിശ് താഴേക്കിടുന്ന സ്ഥലത്ത്, കുരിശിലെ കുറ്റവാളികളൊക്കെ കുരിശിൽ തറച്ചു കഴിഞ്ഞാൽ പിന്നെ കുരിശ് അവരിറക്കി കഴിയും, പിന്നെ എന്ത് ചെയ്യും? കുരിശ് അവിടെ നിന്ന് വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലത്ത് ഹെലന രാജ്ഞി പോവുകയും അവിടെ ചെന്ന് അവിടെ 3 കുരിശുകൾ ഹെലന രാജ്ഞിയുടെ പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊരു സ്വപ്നമുണ്ടായി എന്നാണ് പറയുന്നത്. ഈ 3 കുരിശുകളിൽ ഒരു കുരിശിൽ ഒരു രോഗിയെ സ്പർശിച്ചപ്പോൾ ആ രോഗിക്ക് സൗഖ്യം കിട്ടിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഹെലന രാജ്ഞി യേശുവിൻ്റെ കുരിശ് ഏതാണെന്ന് മനസ്സിലാക്കിയെടുത്തു. എന്നിട്ട് ഈ കുരിശ് പിന്നീട് റോമിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് കുരിശിൻ്റെ ഒരു ഭക്തി നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ വരുന്നത്. ഇനി നമ്മൾ കുരിശ് വരക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈശോയുടെ രക്ഷാകർമ്മത്തെ നമ്മൾ നമ്മുടെ മേലേക്ക് സ്വീകരിക്കുകയാണ്. ഈശോയുടെ രക്ഷാകര കർമ്മത്തെ ഞാൻ സ്വീകരിക്കുന്നു, ഏറ്റുവാങ്ങുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് എന്ത്? കുരിശ് വരയ്ക്കുക. നിങ്ങൾ കുരിശ് വരക്കാറുണ്ടോ? തീർച്ചയായിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുരിശ് വരക്കും. ഒരു ദിവസം എത്ര നേരം കുരിശ് വരക്കുമായിരിക്കും നമ്മൾ? പല പ്രാവശ്യം അല്ലേ? പല പ്രാവശ്യം കുരിശ് വരയ്ക്കും. ശരിയാ. രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, പഠിക്കുന്നതിന് മുൻപ്, പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും, പ്രാർത്ഥനയ്ക്ക് ശേഷം, ശരിയല്ലേ, ഉറങ്ങാൻ പോകുന്നതിന് മുൻപ്, അല്ലേ? അങ്ങനെ ഒത്തിരി പ്രാവശ്യം നമ്മൾ കുരിശ് വരയ്ക്കും. ഇതിലൂടെ ഒക്കെ നമ്മൾ ചെയ്യുന്നത്, കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിലൂടെ എനിക്കായി നേടിത്തന്ന രക്ഷയെ ഞാനിതാ വീണ്ടും ബോധപൂർവം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നിമിഷത്തെ രക്ഷാകരമാക്കി മാറ്റണമേ. ഇതാണ് നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ സംഭവിക്കുന്നത്. മാതാവിനോടും മറ്റ് വിശുദ്ധരോടും എന്തിനാണ് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്? നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചൊല്ലാറില്ലേ? പുണ്യവാന്മാരുടെ ഐക്യം എന്താണാവോ? പുണ്യവാന്മാരുടെ ഐക്യം
യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും തമ്മിൽ പരസ്പര ഐക്യവും ബന്ധവും സാഹോദര്യവുമുണ്ട്. മോള് പരീക്ഷയ്ക്ക് പോകുന്നു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അയ്യോ കണക്കാ, ഇത്തിരി ടഫാ. മോള് ചേച്ചിയോട് അല്ലെങ്കിൽ ചേട്ടനോട് പറയും, ചേട്ടാ പ്രാർത്ഥിക്കണം, എനിക്കിന്ന് പരീക്ഷയുള്ളതാണ്. ഇത് കേട്ടിട്ട് ആരെങ്കിലും പറയും എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കും ആരെങ്കിലും? ഇല്ല. ചേട്ടൻ്റെ പ്രാർത്ഥന ലഭിക്കാൻ, ചേച്ചിയുടെ പ്രാർത്ഥന ലഭിക്കാൻ അനിയത്തിക്ക് അവകാശമുണ്ട്. ശരിയല്ലേ? ഇതുപോലെ നമുക്കെല്ലാവർക്കും അവകാശമുണ്ട് മാതാവിൻ്റെ നമുക്ക് വേണ്ടിയുള്ള പ്രത്യേക മാധ്യസ്ഥ സഹായം ലഭിക്കാൻ. വിശുദ്ധന്മാരുടെ നമുക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ സഹായം ലഭിക്കാൻ നമുക്ക് അവകാശമുണ്ട്. പുണ്യവാന്മാരുടെ ഐക്യം എന്ന ആ വിശ്വാസ പ്രമാണത്തിലെ ആ ഒരു വാക്യം അതാണ് നമ്മെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൺവെൻഷൻ നടക്കുന്നു, ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് കുറേ പേര് കൂടിയിരുന്ന് മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു അല്ലേ? എന്തിനു വേണ്ടി അവർ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്? ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൃപ ലഭിക്കാൻ വേണ്ടി. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പരസ്പരം പ്രാർത്ഥിക്കാൻ കരുത്തുണ്ട്, കഴിവുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലം സ്വീകരിക്കാൻ എല്ലാവർക്കും അവകാശവുമുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ദൈവത്തിന് അങ്ങേറ്റം പ്രിയങ്കരിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ലഭിക്കാൻ നമുക്ക് തീർച്ചയായും അവകാശമുണ്ട്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധർ അവരുടെ പ്രാർത്ഥന ലഭിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരോട് പറയും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മൾ ചേട്ടനോടും ചേച്ചിയോടും അപ്പച്ചനോടും അമ്മച്ചിയോടും പ്രാർത്ഥന ചോദിക്കുന്നത് പോലെ തന്നെ വിശ്വാസി ഗണത്തിലെ നമ്മുടെ ചേട്ടനോടും നമ്മുടെ ചേച്ചിയോടും ഒക്കെ പ്രാർത്ഥന ചോദിക്കാൻ നമുക്ക് സാധിക്കും. അത് കത്തോലിക്ക സഭയിലും അതുപോലെ പാരമ്പര്യമുള്ള പഴക്കമുള്ള എല്ലാ സഭകളിലും ഉള്ളൊരു വലിയൊരു പ്രത്യേകതയാണ് വിശുദ്ധരോടുള്ള പ്രത്യേക വണക്കം, അവരോടുള്ള മാധ്യസ്ഥം തേടൽ. അതുപോലെ പരിശുദ്ധ അമ്മയോടുള്ള വണക്കം, അമ്മയോടുള്ള മാധ്യസ്ഥം തേടൽ. കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്നത് എന്തിനാണ്? കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകുന്നത് എന്തിനാണ്? ഒന്നാമതായി ചോദിക്കട്ടെ, എന്തായിരിക്കും മാമോദീസ? എന്താ മാമോദീസ? നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി അല്ലേ പ്രത്യക്ഷമായി വെളിവാകുന്നത് മാമോദീസയിലൂടെ. ശരിയല്ലേ? അത് കത്തോലിക്കർക്ക് മാത്രമല്ല, പലർക്കും അല്ലേ മറ്റുള്ളവർക്കും മാമോദീസയുണ്ട്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളം മാത്രമല്ല, ദൈവമക്കൾ എന്ന സ്ഥാനത്തേക്ക് മാമോദീസയിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. സഭയുടെ അംഗങ്ങൾ എന്ന രീതിയിൽ മാമോദീസയിലൂടെയാണ് നമ്മൾ ആയിത്തീരുന്നത്. ഇനി ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ശരിയല്ലേ? വെള്ളം കുടിക്കുന്നു, മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് എടുക്കുന്നു. രോഗിയാകുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, പാൽ കൊടുക്കുന്നുണ്ട്, പിന്നെ മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ആ കൊച്ചിനോട് ചോദിക്കാതെ അത് കൊടുക്കുന്നത്? ചോദിക്കേണ്ട ആവശ്യമില്ല, കൊച്ചിനത് ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കൊച്ചിന് അത് വളരെ ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈശോയിൽ വിശ്വസിക്കുന്നത് കൊച്ചിന് ചെറുപ്പം മുതലേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മാതാപിതാക്കൾക്കറിയാം. ദൈവമകനായി ദൈവമകളായി തീരേണ്ടത് വളരെ ആവശ്യമാണെന്ന് മാതാപിതാക്കൾക്ക് അറിയാം. അതുപോലെ തന്നെ ഉത്ഭവ പാപമുണ്ട് അല്ലേ? ഉത്ഭവ പാപമുണ്ട്. അത് പൂർണ്ണമായും കഴുകി തുടച്ച് നല്ല പരിശുദ്ധനായിട്ടുള്ള കുഞ്ഞായി ഈ കുഞ്ഞ് ജീവിക്കണമെന്ന് മാതാപിതാക്കൾക്കറിയാം. സഭയുടെ വലിയ ഈ കുടുംബത്തിലേക്ക് കുഞ്ഞ് എത്രയും വേഗം സ്വീകരിക്കപ്പെടണമെന്ന് മാതാപിതാക്കൾക്ക് അറിയാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകുന്നത് അത് അവർക്ക് ഏറ്റവും നല്ലതാണ് എന്ന് മാതാപിതാക്കൾക്ക് അറിയാവുന്നതുകൊണ്ട്, സഭയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ആണ്. ഓക്കെ,
ആദിമസഭയിൽ തന്നെയും കുടുംബം മുഴുവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. കുടുംബം മുഴുവൻ. അവിടെ കുട്ടികളെ ഒഴിവാക്കി നിർത്തിയെന്ന് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ നമ്മൾ? ഇല്ല. പിന്നെ ജ്ഞാനസ്നാനം എന്നാണ് മാമോദീസയെ വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ചിലരെങ്കിലും പറയും ജ്ഞാനം ഉണ്ടായിട്ട് സ്നാനം സ്വീകരിക്കണം എന്ന് ചിലർ പറയും. അറിവുണ്ടായിട്ട് ഒരാൾ വിശ്വസിക്കാൻ പ്രായമായിട്ട് പക്വതയായിട്ട് പിന്നെ. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. ജ്ഞാനസ്നാനം എന്നാൽ അറിവുണ്ടായിട്ട് സ്നാനം സ്വീകരിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് ജ്ഞാനം തന്നെയായ കർത്താവായ യേശു ക്രിസ്തുവിൽ സ്നാനപ്പെടുക എന്നാണ്. മനസ്സിലായോ? ജ്ഞാനം തന്നെയായ യേശു ക്രിസ്തുവിലേക്കാണ് നമ്മൾ സ്നാനം സ്വീകരിക്കുന്നത്. അപ്പോൾ ജ്ഞാനസ്നാനം എന്നാൽ ജ്ഞാനം ഉണ്ടായിട്ട് സ്നാനം സ്വീകരിക്കലല്ല, മറിച്ച് ജ്ഞാനം തന്നെയായ ക്രിസ്തുവിലേക്ക് നമ്മൾ മുങ്ങുന്നു, ക്രിസ്തുവിൽ നമ്മൾ പൊങ്ങുന്നു. ഇതാണ് ജ്ഞാനസ്നാനം. നമ്മൾ കത്തോലിക്കർ രക്ഷിക്കപ്പെട്ടവരാണോ? സാധാരണ ഈ ചോദ്യം നമ്മൾ കേൾക്കുന്നത് ചില പെന്തക്കോസ്ത സഹോദരന്മാരിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് സഹോദരന്മാർ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? രക്ഷ എന്നത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്, ശരിയല്ലേ? ദൈവം എങ്ങനെയാ മനുഷ്യനെ രക്ഷിച്ചത്? ആരുടെ സ്വയം ബലി? ഈശോയുടെ. അപ്പോൾ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഭൂമിയിൽ ഈശോ ജീവിച്ച പ്രബോധനങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ പിന്നെ ഒടുവിൽ പീഡാസഹന മരണ ഉത്ഥാനങ്ങളിലൂടെയാണ് ഈശോ എന്ത് ചെയ്തത്? രക്ഷ സാധ്യമാക്കിയത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷാകർമ്മം ഈശോ സാധിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ രക്ഷ വസ്തുനിഷ്ഠമായി ഓൾറെഡി ഈശോ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കി, വലിയൊരു പാത്രം, അതിൽ നിറയെ പായസം ഇരിപ്പുണ്ട്. പായസം ഇഷ്ടമല്ലേ? നിറയെ പായസം ഇരിപ്പുണ്ട്. പക്ഷേ അവിടെ പായസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് എൻ്റെ വയറ് നിറയോ? എനിക്ക് ആ പായസം ടേസ്റ്റായിട്ട് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? അതെടുത്ത് ഞാൻ കുടിക്കണം, എന്നാലേ പായസത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ഈശോ നമുക്കായി രക്ഷ വസ്തുനിഷ്ഠമായ രീതിയിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അതിൽ പങ്കുപറ്റുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. മാമോദീസായിലൂടെ നമ്മളതിൽ പങ്കുപറ്റുന്നവരാണ്, ശരിയല്ലേ? കൂദാശകളിലൂടെ, കുമ്പസാരം എന്നുള്ള കൂദാശയിലൂടെ, അതുപോലെ പരിശുദ്ധ കുർബാന എന്നുള്ള കൂദാശകളിലൂടെ നാം യേശുവിൻ്റെ രക്ഷയിൽ പങ്ക് പറ്റുകയാണ് ചെയ്യുന്നത്. ഇനി സഭാംഗങ്ങൾ, സഭയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, സ്നേഹമാണ് രക്ഷിക്കപ്പെട്ടവരുടെ മുഖമുദ്ര. എന്താണ് രക്ഷിക്കപ്പെട്ടവരുടെ മുഖമുദ്ര? സ്നേഹം. സ്നേഹമുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുടെ തെളിവ് അതാണ്. എന്ത്? സ്നേഹം. അതുകൊണ്ട് കത്തോലിക്കർ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരം എന്താണ്? തീർച്ചയായും രക്ഷിക്കപ്പെട്ടവർ ആണ്. ആരാൽ രക്ഷിക്കപ്പെട്ടു? കർത്താവായ യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടു. മാത്രമല്ല, യേശുവിൻ്റെ രക്ഷയെ നമ്മളെല്ലാവരും സ്വന്തമാക്കുകയും ചെയ്തു. ഓക്കെ, പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. സ്നേഹമാണ് രക്ഷിക്കപ്പെട്ടവരുടെ മുഖമുദ്ര. അതുകൊണ്ട് സ്നേഹത്തിൽ നമ്മൾ എന്തുമാത്രം വളരുമോ അത്രമാത്രം നാം രക്ഷിക്കപ്പെട്ടവരായി ലോകത്തിന് തിരിച്ചറിയാൻ സാധിക്കും. അച്ഛനോട് ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആക്കിയോ? ചെയ്തു? ഓൾ ക്ലിയർഡ്? നമ്മളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ചോദിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം, അല്ലേ? പ്രത്യേകിച്ച് നമ്മൾക്ക് ഡൗട്ട്സ് ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് ഉത്തരം നമ്മൾക്ക് തരാൻ പറ്റുന്ന ആൾക്കാരോടായിരിക്കണം ചോദിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾക്കൊരു ആക്ഷൻ സോങ് കാണാം. വചനവും സുഹൃച്ചപ്പോൾ ഏറ്റുപറയാം. സങ്കീർത്തനങ്ങൾ 28-ാം അധ്യായം 7-ാം വാക്യം. കർത്താവ്
കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്. എൻ്റെ ശക്തിയും പരിചയമാണ്. കർത്താവിൽ കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. ഓക്കെ, ഇനി സുഹൃതജപം. ഈശോയെ ഈശോയെ ജീവിതകാലം മുഴുവൻ മുഴുവൻ അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ സഹായിക്കണമേ. നല്ല അടിപൊളി ആക്ഷൻ സോങ് ആയിരുന്നു അല്ലേ? ഈ ആക്ഷൻ സോങ് ഒക്കെ പാടുന്ന ആരാന്നറിയോ? ഇപ്പം നമുക്ക് ആക്ഷൻസ് കാണിച്ചു തന്നതിൽ 2 മിടുക്കി കുട്ടികളാണ്. അവരെ സഹായിക്കുന്നത് അവരുടെ അമ്മയാണ്, ലിനി ആൻറ്റിയാണ്. അപ്പം നമ്മൾക്ക് കിഡ്സ് കോർണറുടെ ബിഹാഫ് അവരോടൊരു വലിയ താങ്ക്സ് പറയാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കാം. അതിനു മുമ്പ് വചന സുകൃതജപം ഏറ്റുപറയാം. സങ്കീർത്തനങ്ങൾ 28-ാം അധ്യായം 7-ാം വാക്യം. കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്. എൻ്റെ ശക്തിയും പരിചയമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വെക്കുന്നു. എൻ്റെ ഹൃദയം ശരണം വെക്കുന്നു. ഓക്കെ, ഇനി സുകൃതജപം. ഈശോയെ ജീവിതകാലം മുഴുവൻ അങ്ങയെ ആശ്രയിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഫാത്തിമയിൽ 3 കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ 3 കുട്ടികളിൽ ഫ്രാൻസിസിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഫ്രാൻസിസ് ജനിച്ചത് 1908-ലാണ്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ജനിച്ചത് അല്ലേ? 11 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. 11 വയസ്സിന് 2 മാസമുള്ളപ്പോൾ ആൾ മരിച്ച്. നല്ല സൽസ്വഭാവിയായിരുന്നു. അവൻ്റെ മാതാപിതാക്കൾ നല്ല ദൈവഭക്തരും ദൈവസ്നേഹമുള്ളവരുമായിരുന്നു. തന്നെയല്ല, പാവപ്പെട്ടവരോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര കാരുണ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനും അതുപോലെ തന്നെ വളർന്നു. ഇവന് ചെറുപ്പത്തിലെ തന്നെ മാതാവിനോടും ഉണ്ണീശയോടും ഒക്കെ ഭയങ്കര ഭക്തിയായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് നടക്കും. അങ്ങനത്തെ നല്ല സ്വഭാവമായിരുന്നു. ഇവൻ്റെ കൂട്ടുകാരൊക്കെ വേറെ കുട്ടികളും ഉണ്ടായിരുന്നു. ഇവന് ദൈവസ്നേഹത്തോടൊപ്പം തന്നെ മനുഷ്യസ്നേഹവും അതുപോലെ തന്നെ പക്ഷി മൃഗാദികളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷികളോട് പ്രത്യേകിച്ച് ഇവന് ചെറിയ പക്ഷികളോടൊക്കെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു വികൃതി കുട്ടി ഇവൻ്റെ ഒരു പക്ഷിക്കുഞ്ഞിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ്, എന്തിനാ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം, അതിനെ പറത്തി വിടെന്ന് പറഞ്ഞില്ല, ഇതിനെ ഞാൻ പിടിച്ചെടുത്തതാണ്, ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, ഞാൻ തരിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞ് എങ്ങനെ ഇതിനെ രക്ഷിക്കണമെന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി ഇവൻ പറഞ്ഞ്, നിനക്ക് ഞാൻ പൈസ തരാം, എനിക്ക് തരുമോ? എന്നാൽ നീ പൈസ ആദ്യം വെക്ക്, എന്നാൽ ഞാൻ പക്ഷിക്കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞു. ഇവൻ വേഗം ഓടി. കുറേ അധികം വീട്ടിലേക്ക് കുറേ അധികം ദൂരമുണ്ട്.
അതൊന്നും കണക്കിലെടുക്കാതെ ഇവൻ ഓടി വീട്ടിൽ ചെന്ന് പൈസ എടുത്തുകൊണ്ട് ഓടി വന്ന് ഇവന് കൊടുത്ത് കഴിഞ്ഞപ്പോൾ പക്ഷിനെ വിട്ടുകൊടുത്തത് തന്നെ അപ്പം തന്നെ അവൻ ആകാശത്തേക്ക് പറത്തി വിട്ട് പക്ഷീനെ അങ്ങനെ രക്ഷിച്ച്. അതുപോലെ തന്നെ മൃഗങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. ഇവരുടെ വീടിന് ഏതാണ്ട് അടുത്ത് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് കുറേ ആടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ആടുകളെയൊക്കെ തീറ്റാനായിട്ട് ഈ വൃദ്ധ സ്ത്രീ പോവും. പക്ഷേ അവർക്ക് ഇതിനെ മേയ്ക്കാനായിട്ടുള്ള കഴിവില്ല. തന്നെയല്ല ഓടാനൊന്നും പറ്റിയില്ല, വയസ്സായവരല്ലേ. അപ്പോൾ ആടുകൾ ചെതറി ഓടുമ്പോൾ ഇതിനെ പിടിക്കാനായിട്ട് ഇവർക്ക് പറ്റാത്തത് കൊണ്ട് ഇവർ വിഷമിച്ച് തളർന്ന് പലയിടത്തൊക്കെ ഇരിക്കും. അപ്പോൾ ഫ്രാൻസിസ് എന്നിട്ട് വേഗം ഈ ആടിനെയൊക്കെ തടുത്ത് കൂട്ടും. എന്നിട്ട് ഇതിനെ മേയിച്ച് വീട്ടിൽ കൊണ്ടാക്കും. അങ്ങനെ ഇവർക്ക് വലിയൊരു സഹായിയായിരുന്നു ഈ ഫ്രാൻസിസ്. അപ്പോൾ ഇവരെന്താ ഈ ഫ്രാൻസിസിനെ വിളിച്ചിരുന്നത് എന്താണെന്നോ? എൻ്റെ പ്രിയപ്പെട്ട മാലാഖ. ഇവന് അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഇവർക്ക്. അങ്ങനെ പല പ്രാവശ്യം ഇവരെ സഹായിച്ചിട്ടുണ്ട്. തന്നെയല്ല, ഇവന് ആരെങ്കിലുമൊക്കെ ഇവനെ ഉപദ്രവിച്ചാൽ അതിന് പകരമായിട്ടൊന്നും ഇവൻ അവരോട് തല്ലുപിടിക്കാനൊന്നും പോയില്ല. പലപ്പോഴും ഇവൻ്റെ ചില സാധനങ്ങളൊക്കെ അവരെടുക്കും. എടുത്തു കഴിഞ്ഞാൽ അതവരെടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലാതെ അവരുമായിട്ട് തല്ലുപിടിക്കാനൊന്നും പോയില്ല. ഒരു പ്രാവശ്യം ഒരു കുട്ടി അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം അയാൾ എടുത്തു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതേ നിൻ്റെ സാധനങ്ങൾ അവനെടുക്കണം എന്ന് പറഞ്ഞു. അത് സാരമില്ല, അവനെടുത്തോട്ടെ, ആവശ്യമുണ്ടായിട്ടായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അത്രമാത്രം സൗമ്യശീലനായിരുന്നു. സ്നേഹവും സൗമ്യതയും ശാന്തതയും എല്ലാം ഉള്ള ഒരു നല്ലൊരു മകനായിരുന്നു. ഒരു ദിവസം അപ്പോൾ ഇവർ ലൂസിയും ജസീന്തയും ഒക്കെ ആയിട്ട് വലിയ കൂട്ടാണ്. അപ്പോൾ ഇവരൊരുമിച്ചാണ് സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യണത്. ഇവരൊരുമിച്ച് സ്കൂളിൽ പല പ്രാവശ്യം മാതാവ് ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവന് വീട്ടിലൊരു പതിവുണ്ട്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കൊന്ത ചൊല്ലിക്കൊള്ളണം. അപ്പം കൊന്ത ചൊല്ലാനൊന്നും അത്ര വലിയ താല്പര്യമൊന്നും അന്നില്ലായിരുന്നു. മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഭക്തിയുണ്ട്, എന്നാലും അത്ര തീക്ഷ്ണമായിട്ടുള്ള ചൊല്ലലല്ല, ചൊല്ലി തീർക്കലായിരുന്നു. അപ്പം മാതാവ് ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ്, നിങ്ങൾ കൊന്ത ചൊല്ലണുണ്ട്, പക്ഷേ നന്നായിട്ട് കൊന്ത ചൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ മാതാവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ മുതൽ എന്താ ചെയ്യണമെന്നാ, ഇവർ 3 പേരും എവിടെയെങ്കിലും കൂടിയിരുന്നാൽ ഇവർക്ക് കൊന്ത ചൊല്ലാനുള്ള പ്രേരണ കിട്ടും. അങ്ങനെ 3 പേരും കൂടി ഇരുന്ന് കൊന്ത ചൊല്ലും. അതുപോലെ പ്രാർത്ഥന 3 പേരും കൂടി. സ്കൂളിൽ പോണ വഴിക്ക് 3 പേരും കൂടിയാണ് പോണത്. സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവൻ പറയും, പിന്നെ എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള സമയമായി. അപ്പോൾ അത് കാരണമുണ്ട് പറയാൻ. ഒരു പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ്, നിങ്ങൾ കൊന്ത ചൊല്ലണുണ്ട്, നന്നായിട്ട് കൊന്ത ചൊല്ല്, നിങ്ങൾ 3 പേരും സ്വർഗത്തിൽ പോകും. പ്രത്യേകിച്ച് ഫ്രാൻസിസിന് അധികം കൊന്ത ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രാൻസിസിന് മനസ്സിലായി സ്വർഗത്തിൽ പോകാൻ സമയമായെന്ന്. അതിന് ഫ്രാൻസിസ് പറഞ്ഞ്, നിങ്ങൾ സ്കൂളിലേക്ക് പോയിക്കോ, ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് പോയിരുന്ന ഈശോയായിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, ഞാൻ ഈശോയുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞ്, നിങ്ങൾ പോരുമ്പോൾ എന്നെ വിളിക്കാൻ മറക്കരുത് എന്ന് പറയും. അതിനെ തിരിച്ചു പോരുമ്പോൾ ഇവനെ നോക്കുമ്പോൾ ഇവൻ ഗാഢ നിദ്രയിലെന്ന മാതിരി ഇരിക്കുകയാണ്. ഇവൻ ലയിച്ചിരിക്കുകയാണ്, പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഭയങ്കര തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് വിളിച്ചാൽ പോലും അറിയില്ല. അതിനെ വിളിച്ചുണർത്തി ഇവർ കൊണ്ടുപോകും. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് ഒരു തലവേദന, ഭയങ്കരമായ തലവേദന വന്നിട്ട് ഇവൻ പൊളയാണ് കിടന്നുകൊണ്ട്. അപ്പോൾ ഇവനോട് പറഞ്ഞ്, നീ ഇന്നിവിടെ റെസ്റ്റ് ചെയ്യ്, ഞങ്ങൾ സ്കൂളിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ട് അവർ പോകാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് പോയിരുന്നോളാം, എനിക്ക് ഇനി അതേ പറ്റുള്ളൂ, ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് ഇരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പതിവ് പോലെ ഈശോയുടെ അടുത്ത് പോയിരുന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥനയിലായിരുന്നു.
പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും രോഗം മൂർച്ഛിച്ച്, അതായത് രോഗം അധികമായി. അപ്പോൾ ഇവനോട് ചോദിച്ചു, ലൂസി ചോദിച്ച്, നിനക്ക് വേദന കൂടുതലില്ലേ, നിനക്ക് ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഞാൻ എൻ്റെ ഈശോയെ സമാശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, എൻ്റെ വേദനയെല്ലാം ഈശോയ്ക്ക് ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ ഈശോ ഒരുപാട് ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഈശോനെ സമാശ്വസിപ്പിക്കാനാണ് എൻ്റെ ഈ വേദന ഞാൻ കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പോൾ ആദ്യ കുർബാനയൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇവൻ ആദ്യ കുർബാന സ്വീകരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്നെ ലൂസിയോട് പറഞ്ഞ്, നീ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ ഈശോയോടൊന്ന് പറയണം, അച്ഛന് എന്നെ ഈശോയുടെ ശരീരം കൊടുക്കാനുള്ള ഒരു ആഗ്രഹം, ഇവന് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം അച്ഛനിലൂടെ ഉണ്ടാകാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ലൂസി അതുപോലെ തന്നെ ചെയ്ത്. ലൂസി അതുപോലെ ചെന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ അച്ഛൻ ഇവനെ കാണാൻ വരികയാണ്. കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനോട് ഇവൻ പറയുകയാണ്, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് കുമ്പസാരിക്കാൻ പോവുകയാണ്. നീ ഒരുങ്ങിയിട്ടുണ്ടോ? അപ്പോൾ തലേ ദിവസം ഇവൻ നന്നായിട്ട് ഒരുങ്ങി. അപ്പം മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവൻ നന്നായിട്ട് ഒരുങ്ങിയിട്ട് പറയുകയാണ്, ലൂസിയോട് ചോദിച്ച്, എൻ്റെ പാപം വല്ലതും നീ ഓർക്കണുണ്ടോ? അപ്പോൾ ലൂസി പറഞ്ഞ്, ഞാൻ ഓർക്കണുണ്ട്, ഒരു പാപം ഞാൻ ഓർക്കണുണ്ട്. നീ അപ്പൻ്റെ പണപ്പെട്ടിയിൽ നിന്ന് ഒരു പൈസ എടുത്തുകൊണ്ട് പോണത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ ചെറിയ പാപങ്ങളെല്ലാം അവനെ ഓർമ്മിപ്പിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അച്ഛനിത് പറഞ്ഞപ്പോൾ അച്ഛനോട് ഈ പാപങ്ങളെല്ലാം പറഞ്ഞ് അവൻ നല്ലൊരു കുമ്പസാരം നടത്തി. അച്ഛൻ പറഞ്ഞ്, നാളെ കാലത്ത് ഞാൻ നിനക്ക് ഈശോയെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ സന്തോഷിച്ച് കിടക്കുകയാണ്. അവനും ഭയങ്കര സന്തോഷം. അങ്ങനെ സന്തോഷിച്ച് കിടക്കുന്ന സമയത്ത് നമ്മുടെ ലൂസിയും ജസീന്തയും കൂടി വന്നു കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞ്, ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്, നിങ്ങൾക്ക് കിട്ടാത്ത ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഉള്ളിലിപ്പോൾ ജീവിക്കുന്ന യേശുവുണ്ട്. എൻ്റെ ഈശോയുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ വന്നതെന്ന് പറഞ്ഞു. ലൂസി ചോദിച്ച്, മോനെ ഫ്രാൻസിസേ, നിനക്ക് ഇനി വല്ലതും വേണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, എനിക്കിനി ഒന്നും വേണ്ട, എൻ്റെ ഈശോ ഉണ്ട് എൻ്റെ കൂടെ, എനിക്കിനി ഒന്നും വേണ്ട. ഞാൻ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെയും ഞാൻ കൊണ്ടുപോകാനായിട്ട് ഈശോയോട് പറയും, നിങ്ങളും വേഗം വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ മരണത്തിന് ഒരുങ്ങി. ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഒരുപാട് സ്നേഹത്തോടെ പറഞ്ഞ്, ഞാൻ ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ യാത്രയാക്കി. അന്ന് കാലത്ത് പെട്ടെന്ന് അമ്മയോട് ഇവൻ പറയുകയാണ്, അമ്മേ, ദേ ആ പ്രകാശം കണ്ടോ, എന്തൊരു നല്ല പ്രകാശം. ആ പ്രകാശം കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. നോക്കുമ്പോൾ ഇവൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കർത്താവ് കൊണ്ടുപോയതിൻ്റെ അടയാളമാണ് ആ പ്രകാശം കണ്ടത്. 11 വയസ്സിന് 2 മാസം ഉള്ളപ്പോഴാണ് ഫ്രാൻസിസ് മരിച്ചത്. അപ്പോൾ വാഴ്ത്തപ്പെട്ടവനായിട്ട് അന്നത്തെ പോപ്പ് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങയുടെ സ്നേഹവായ്പ് ഞങ്ങളുടെ അഭിലാഷങ്ങൾക്കും അർഹതയ്ക്കും അതീതമാണല്ലോ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. യാചിക്കുവാൻ പോലും അർഹരല്ലാത്ത ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുവാൻ തിരുവുള്ളമുണ്ടാകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നതും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു. നമ്മൾ പള്ളികളിൽ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണതല്ലേ. നമ്മൾ പള്ളികളിൽ എന്തിനാണ് പോകുന്നത്? ഈശോയെ ആരാധിക്കാൻ. അപ്പോൾ ഈശോയെ ആരാധിക്കാണ്ട് നമ്മൾ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയാണോ? ഈശോയ്ക്ക് എന്ത് സങ്കടം വരുന്ന കാര്യമാണ് അല്ലേ? തോന്നിയിട്ടില്ലേ? അപ്പോൾ ഇനി ശ്രദ്ധിക്കുമോ അത്? ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. കത്തോലിക്ക സഭയെക്കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വചനവും സുകൃതവും ഏറ്റു പറയാം.
സങ്കീർത്തനങ്ങൾ 28-ാം അധ്യായം 7-ാം വാക്യം. കർത്താവ് കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്. എൻ്റെ ശക്തിയും പരിചയമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. ഓക്കെ, ഇനി സുഗൃജപം. ഈശോയെ ഈശോയെ ജീവിതകാലം മുഴുവൻ അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. സഹായിക്കണമേ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.